തുടരുന്നു. ലെറ്റർ സി ഓൺ ദി സ്റ്റേജ് നൗ. വിഷയം കാവ്യവൽക്കരിക്കുന്ന കരിക്കുലങ്ങൾ. السلام عليكم ورحمة الله. بسم الله والحمد لله. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. സൗത്ത് ആഫ്രിക്കയുടെ പ്രഥമ പ്രസിഡന്റായിരുന്ന നെൽസൺ മണ്ടേല പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു രാഷ്ട്രത്തെ തകർക്കണമെങ്കിൽ അവിടത്തേക്ക് വിദൂര മിസൈൽ ഇടേണ്ടതിന്റെയോ അല്ലെങ്കിൽ ആറ്റം ബോംബുകൾ ഇട്ട് നശിപ്പിക്കേണ്ടതോ ആവശ്യമില്ല. മറിച്ച് അവിടുത്തെ കരിക്കുലങ്ങൾ കൈകടത്തി ആ കരിക്കുലങ്ങളെ നശിപ്പിച്ചാൽ അവിടുത്തെ വളർന്നു തലമുറ നശിക്കുന്നതോടൊപ്പം ആ രാഷ്ട്രം ഒന്നാക്കി നശിച്ചു പോകുമെന്ന്. ആ വാക്ക് ശിരസാവഹിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന സർക്കാർ മുന്നോട്ട് പോകുന്നത്. സർക്കാരിന്റെ പുതിയ ആശയങ്ങളെ സർക്കാർ നടപ്പിലാക്കാൻ തീരുമാനിക്കുന്ന ആശയങ്ങളെ NCERT പോലെയുള്ള ബോർഡുകൾ ഉപയോഗിച്ച് അവർ നിരന്തരം കുട്ടികളിലേക്ക് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് NCERT എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കരിക്കുലങ്ങൾ ഉണ്ടാക്കാനും അതേപോലെ തന്നെ അത്യാവശ്യമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ബോർഡാണ്. അതിന് തലപ്പത്തിരിക്കുന്ന ഡോക്ടർ ഐസക് പോലെയുള്ള വ്യക്തികളെ, അദ്ദേഹം മലയാള പാരമ്പര്യമുള്ള വ്യക്തിയാണെങ്കിലും തീർത്തും ഉത്തരേന്ത്യൻ RSSന്റെ നിലപാടുകളോട് യോജിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ ഐസക് എന്ന് പറയുന്നത്. കേരളത്തിൽ മലബാറിൽ നടന്ന കലാപങ്ങളുടെ 1921 നടന്ന കലാപങ്ങളെ തീർത്തും മുസ്ലിങ്ങൾ ചെയ്ത ഒരു ജിഹാദ് മാത്രമായി അതിനെ ചുരുക്കുകയും അത് ഹിന്ദുക്കളെ ആക്രമിക്കാനും കൊലപ്പെടുത്തുവാനും അവരെ ഇല്ലാതാക്കാനും വേണ്ടി ചെയ്തതാണെന്നും നിരന്തരം എഴുതി പഠിച്ചു വിടുന്ന വ്യക്തിയാണ് ഡോക്ടർ ഐസക്. അദ്ദേഹം അതേപോലെ തന്നെ CK ശാസ്ത്രി എന്ന് പറയുന്ന സംസ്കൃത ഭാരത സ്ഥാപകൻ, സംസ്കൃത ഭാരതം RSSമായി ഏറെ സാമ്യമുള്ള ഒരു സംഘടനയാണ്. ഇവരെ പോലെയുള്ള ആൾക്കാരൊക്കെയാണ് NCERTന്റെയും അതേപോലെ തന്നെ തുടങ്ങിയ പരിഷ്കാരങ്ങളെ സിലബസിലേക്ക് കൊണ്ടുവരുന്നതിന് ഫലപ്രദമായിരിക്കുന്ന വ്യക്തികൾ എന്ന് മനസ്സിലാക്കണം. ഇവർ കൊണ്ടുവരുന്ന ഓരോ ആശയങ്ങൾ പ്രത്യേകിച്ച് ഈ അവസാന കാലത്ത് കൊണ്ടുവന്ന ക്ലാസിക്കൽ ഹിസ്റ്ററിയിലേക്ക് നമ്മുടെ ആൻഷ്യന്റ് ഹിസ്റ്ററിയെ മാറ്റണമെന്ന് പറഞ്ഞുള്ള ഒരു പരിഷ്കരണം ലക്ഷ്യമിടുന്നത് RSS എന്താണ് ഇത്രയും കാലം പറഞ്ഞു നടക്കുന്നത് ആ ആശയത്തെ പ്രതിഫലിപ്പിക്കാനുള്ള, ആ ആശയത്തെ കുട്ടികളിലേക്ക് കൈമാറാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമായിട്ടാണ് അവർ അതിനെ കാണുന്നത്. ആൻഷ്യന്റ് ഹിസ്റ്ററിനെ അതൊരു മിത്താണ് അല്ലെങ്കിൽ അതൊരു ലെജൻഡ് എന്നുള്ള രീതിയിൽ അതിനെ വളരെയേറെ ഊതിയിരിക്കുകയും ആ നിലയിൽ ആ ചരിത്രത്തെ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അത് മാത്രമല്ല, ഈ അടുത്തൊരു കാലത്ത് അവർ മുന്നോട്ട് വെച്ച ആശയമാണ് സോഷ്യൽ സയൻസ് ബുക്കുകളിൽ, ഹിസ്റ്ററി ബുക്കുകളിൽ ഹിസ്റ്ററി പഠിപ്പിക്കുമ്പോൾ ഹിന്ദു രാജാക്കന്മാർ തോറ്റ ചരിത്രം മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ഹിന്ദു രാജാക്കന്മാർ ഒരുപാട് ജയിച്ച ചരിത്രമുണ്ട്, അതുകൂടി കുട്ടികളെ പഠിപ്പിക്കണം. അത് പഠിപ്പിക്കലാണ് അത്യാവശ്യമെന്ന് പറഞ്ഞ് പാഠപുസ്തകങ്ങളെ ഒരു മതത്തിന്റെ യുദ്ധവിജയങ്ങളിലേക്ക് എന്ന രീതിയിലേക്ക് തിരിച്ചുവിടുന്ന, കൺവേർട്ട് ചെയ്യുന്ന തുടങ്ങിയ ആശയങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല, ഈ അടുത്ത് ഏറെ ചർച്ചയായതാണ് NCERTയിൽ ഇന്ത്യ എന്നുള്ളതിന് പകരം ഭാരതം എന്ന് ഉപയോഗിക്കണമെന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഭാരതം എന്ന് ഉപയോഗിക്കണമെന്ന് ഈ അടുത്ത കാലത്ത് കൂടുതലായി പറയാനായിട്ട് കാരണം നാം അന്വേഷിച്ചു പോയാൽ RSSന്റെ തലപ്പത്തിരിക്കുന്ന മോഹൻ ഭഗത് എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രസംഗത്തിലൂടെ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ട്, ഇനിയുള്ള കാലത്ത് നാം ഇന്ത്യ എന്ന് പറയരുത്, നാം ഭാരത് എന്ന് പറയണം, അതിനെ നാം ലോകത്തൊന്നാകെ ഒരു ട്രെൻഡാക്കി മാറ്റണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഇതുപോലുള്ള പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോ ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് RSS തന്നെയാണ് എന്നതിൽ ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. മാത്രമല്ല, ഗുജറാത്ത് കലാപത്തിൽ നമുക്കറിയാം RSSന്റെയും BJPയുടെയും പങ്ക് ഇത്രയും വലിയ ക്രൂരമായ അക്രമമായിരുന്നു നമുക്കറിയുന്നതാണ്. ആ അക്രമം പോലും പാഠപുസ്തകങ്ങളിൽ എടുത്തു മാറ്റണമെന്ന് പറയാം. അതേപോലെ തന്നെ ഗാന്ധിവധം ജനാധിപത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ അക്രമമാണ്. ഏറ്റവും ആദ്യത്തെ പ്രഥമമായ ജനാധിപത്യത്തിന്റെ നേരെയുള്ള ചൂണ്ടുപേരിലായിരുന്നു ഗാന്ധിജിയുടെ വധം എന്ന് പറയുന്നത്. ആ ഗാന്ധിജിയുടെ വധം, അതിൽ സവർക്കറുടെ പങ്ക് തുടങ്ങിയ കാര്യങ്ങളെ എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നു. അവിടെ ചോദ്യം ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നില്ല. മറ്റുള്ള പല കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാർ അതിനെ ചോദ്യം ചെയ്യുമ്പോഴും അവരുടെ ഏകമായ അവരുടെ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്, പവർ ഉപയോഗിച്ചുകൊണ്ട് എന്തും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് അവർ കടന്നു പോകുന്നത്.
മാത്രമല്ല ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ എന്നുള്ളത്, ജനാധിപത്യം രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ളത് തുടങ്ങിയ ചാപ്റ്ററുകളെല്ലാം എടുത്തു മാറ്റുകയും ഹിന്ദി പോലെയുള്ള ഭാഷകളെ കരിക്കുലത്തിൽ മുന്നോട്ട് കൊണ്ടുവന്ന് ഇംഗ്ലീഷിലാകുമ്പോൾ വൈഡായിട്ടുള്ള റീഡിങ്ങിലേക്ക് മറ്റും പോകുമെന്ന് ഭയന്നിട്ടുണ്ടാവണം ഹിന്ദിയിലുള്ള ചുരുങ്ങിയ സമുചിതമായ രൂപത്തിലേക്ക് കുട്ടികളെ വളർത്താനും അതിലേക്ക് ഇടുക്കാനുമുള്ള തന്ത്രത്തിന്റെ പ്രതിഫലമാണ് ഈ കരിക്കുലം മാറ്റങ്ങളിലൂടെ നാം കാണാൻ സാധിക്കുന്നത്. അപ്പോ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആകെ പറഞ്ഞാൽ RSSന്റെ എല്ലാം കൃത്യമായ ഇൻജെക്ഷനുകളാണ്, അവരുടെ ഓരോ പദ്ധതികളുടെയും ഇൻജെക്ഷനാണ് NCERT അല്ലെങ്കിൽ മറ്റുള്ള ഇന്ത്യയിലെ കരിക്കുലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായി നിലകൊള്ളണം, കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ നിലകൊള്ളുന്നത് നിലകൊള്ളണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ആശയവിനിമയത്തിന്റെ അവസാന ആശുപത്രിക്ക് മുകളിലും ആയുധങ്ങൾ വീഴാനിരിക്കുന്നു. സമരകാവ്യങ്ങൾ അദൃശ്യമായ തടവുകളിൽ പാർപ്പിച്ചിരിക്കുന്നു. മിണ്ടാതിരിക്കുന്നതാണ് സുരക്ഷിതമെന്ന് കരുതുന്ന ദേശീയതയുടെ കാലം. പക്ഷേ ഈ പുഴക്ക് തിരിച്ചൊഴുകാതിരിക്കാനാവില്ല. ഈ പക്ഷികൾക്ക് തിരിച്ച് പറക്കാതിരിക്കാനുമാവില്ല. സീസൺ 17 സർഗോത്സവം വേദിയിൽ തുടരുന്നു. ജൂനിയർ പ്രസംഗം മലയാളം. Letter D. Judges, please note that letter D on the stage now. വിഷയം കാര്യവൽക്കരിക്കുന്ന കരിക്കുലങ്ങൾ.